ഭിന്നലിംഗക്കാർ ശാപജന്മങ്ങളെല്ലാം ഭൂമിയിലെ അവകാശികളാണ് എന്ന ആ ഒരു ലേഖനം എത്ര മനോഹരമായിട്ടാണ് ഉൾക്കൊണ്ട് എഴുതിയിരിക്കുന്നത്. അത് എഴുതാനുള്ള ആ ഒരു എന്താ പറയുക, അതും സമൂഹത്തിലുള്ള തിന്മകൾ ഒരുപാട് വായിക്കുകയും അറിയുകയും ചെയ്തതിന് ശേഷമാണ് അവരെക്കുറിച്ചും അവർ സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരാണെന്ന ഒരു ബോധ്യമുണ്ടായി. പലരുടെ അനുഭവങ്ങൾ എഴുതപ്പെട്ടത് വായിച്ചു, ചുറ്റുമുള്ള ചില മനുഷ്യർ അനുഭവിക്കുന്നത് അറിഞ്ഞു. അതിനുശേഷമാണ് അവരെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്ത ഉണ്ടായത്. എവിടെയും സമൂഹത്തിൽ ഇപ്പോൾ ഒരു ജോലി ചെയ്യാൻ പോലും ഇപ്പോൾ പലരും പറയും അവർ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു, അവർക്ക് ആരോഗ്യമുള്ളവരാണല്ലോ, എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്യുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കാത്ത ഒരു തലമുണ്ട്, അവർക്ക് ആര് ജോലി കൊടുക്കുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ പല തരത്തിൽ ഇപ്പോൾ അവർക്കായിട്ടൊരു ടോയ്ലറ്റ് പോലും ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. സ്ത്രീ പുരുഷൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ആരുടെ ടോയ്ലറ്റിൽ കയറിയാലും ചിലപ്പോൾ ആരെങ്കിലും പ്രശ്നമുണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലൊക്കെ കൂടിയാണ് ആ മനുഷ്യർ കടന്നു പോകുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കണം. നമ്മളെപ്പോലെ തന്നെ ഒരു ജന്മമാണ്, ഒരു മനുഷ്യരാണ്. അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഭൂമിയിൽ ഉണ്ടായിരിക്കണം. അത് ഏതൊരു മൃഗങ്ങളാവട്ടെ, മനുഷ്യരാവട്ടെ, സസ്യങ്ങളാവട്ടെ, എല്ലാവർക്കും ഭൂമിയിൽ ഒരു ഇടമുണ്ട്. അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. അപ്പോൾ അവർക്കും ജീവിക്കണം. അവരെ ഇല്ലായ്മ ചെയ്യപ്പെടേണ്ടവരല്ല. അവർക്ക് ജോലി കൊടുക്കാതെ അല്ലെങ്കിൽ അവർക്കൊരു വരുമാന മാർഗമില്ലാതെ തമസ്കരിക്കപ്പെട്ടു പോകേണ്ട മനുഷ്യരല്ല. അവർക്കും ജീവിക്കണം. നമ്മൾ അവരോട് സ്നേഹമായിട്ട് പെരുമാറിയാൽ മതി, അവർക്കൊരു ഇടം കൊടുത്താൽ മാത്രം മതി എന്നുള്ള ചിന്തയാണ്. നമ്മളിൽ ഒരാളായി അവരെയും കൂട്ടും. തീർച്ചയായിട്ടും അതാണ് വേണ്ടത്, ഒരു സഹജീവി സ്നേഹം. അത് മാത്രം മതി. നമ്മുടെ എഴുത്തുകാരി, കവയിത്രി, പ്രിയപ്പെട്ട വിജയരാജ മല്ലിക ഇതിൽ പറയുന്നുണ്ട്. അതായത് ലേഖന്റെ ഒരു വരിയുണ്ട് അതില്, സഹജർ അല്ലെ, അങ്ങനെയാണ് അവരെ വിളിക്കേണ്ടത് പറയുന്നത്. അതെ, അവർക്ക് വേണ്ടിട്ട് ഒരു പേര് പോലും എടുത്തു പറയത്തക്കതായിട്ടില്ല. അല്ലെങ്കിൽ അവർക്ക് അവരനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നം അതെല്ലാം ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ അവരും സമൂഹത്തിന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ സമൂഹത്തെ ഉയർത്തിക്കൊണ്ട് വരാനും അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും. അവരെ ഒരിക്കലും നമ്മൾ അടിച്ചമർത്തി കളഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. അതാണ് ഉദ്ദേശിച്ചത്. നല്ലൊരു കാര്യം. ലേഖനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലേഖ ഒരുപാട് നന്മയിൽ ഒരു മനസ്സാണ്. ഞാനിപ്പം മുന്നിലിരുന്ന് മുഖാമുഖം അത് പറയാണ്. എന്താ വെച്ചാൽ ഞാൻ എത്ര വർഷമായില്ലേ നമ്മൾ തമ്മിൽ കാണുന്നത്. ലേഖ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു, ചില സ്ഥലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, മുഖം ആ എക്സ്പ്രഷൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് ലേഖ ചിന്തിക്കുന്ന പോലെ ലേഖനെ ഇഷ്ടപ്പെടുന്നവരും ആ ചുറ്റുപാടും അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ചിന്താഗതിയോടെ മറ്റുള്ളവരും നിന്നില്ല എങ്കിൽ ലേഖയുടെ മുഖത്ത് ഒരു അസ്വസ്ഥതയുണ്ട്. പലയിടത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ലേഖ അത് തുറന്നു പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും എല്ലാം അല്ലേ, സത്യല്ലേ? അത് അലോസരപ്പെടുത്തുന്നുണ്ട്. വല്ലാതെ ബുദ്ധിമുട്ടിക്കും. നന്മ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് എന്ത് തെറ്റ് കണ്ടാലും അതിനോട് സ്നേഹത്തോട് സഹവർത്തിത്വത്തോടെ പോവുക എന്നുള്ളത് എനിക്ക് അല്പം ബുദ്ധിമുട്ടാണ്. സമൂഹത്തിലെ തിന്മകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ തെറ്റാണ് ചെയ്യുന്നത്, അത് ചെയ്തുകൂടാ എന്ന് പറയുന്ന ഒരു ബോധ്യം നമുക്കുണ്ട്. അപ്പോൾ അത് അവരെ കൂടി ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ടും വിദ്യാഭ്യാസമുള്ള മനുഷ്യർ, അറിയപ്പെടുന്ന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബോധ്യങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു നന്മയുടെ വഴിയിലൂടെ അല്ലെങ്കിൽ മറ്റ് മനുഷ്യർക്ക് ദ്രോഹമാകാത്ത രീതി, അവരെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ പെരുമാറുക എന്ന് പറയുന്ന ഒരു തത്വം നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് പെരുമാറുകയും വേണം. അപ്പോൾ നമ്മളെ അതല്ലാതെ വരുമ്പോൾ നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തും. എന്തുകൊണ്ടാണ് ഇവരിതിങ്ങനെ ചെയ്യുന്നത്? പ്രധാനമായിട്ടും എഴുത്തുകാരുടെ കാര്യം തന്നെ പറയാം. നമ്മൾ എഴുത്തുകാരെന്താണ് എപ്പോഴും മറ്റു മനുഷ്യരോട് നന്നായിട്ട് പെരുമാറുക, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതിരിക്കുക, ഈ ബോധ്യങ്ങളാണ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത്. അവർ പ്രധാനമായിട്ടും അത്തരം പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൂടാ എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രതികരിക്കും. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് അതിനു വേണ്ടിയിട്ട് അത്യാവശ്യം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൽ കാണുന്ന പല തിന്മകൾക്കുമെതിരെ പ്രതികരിക്കാൻ നമുക്ക് ഇടം ഒരുക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം നമ്മൾ അതിൽ കൂടി നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ജോലികൾ, നിങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് ഉറക്കെ പറയാൻ ഒരു ഇടം, അത് ഉപയോഗപ്പെടുത്താറുണ്ട്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. ആ അലോസരം
എന്റെ മുഖത്തും ഇത്രയും ഉണ്ടാവും, പ്രവൃത്തിയിലും റിച്ച് ലൈഫിന്റെ ഇടയിലും അങ്ങനെയുള്ള സംഭവങ്ങള് ലേഖന മനുഷ്യത്വം മാത്രം മതി. നമുക്ക് ആരെയും നന്നാക്കാനൊന്നും പറ്റില്ല, എങ്കിലും നമ്മൾ ശ്രമം, അതെ അതെ അത് വലിയൊരു കാര്യമാണ്. അതാണ് നമ്മുടെ ഉള്ളിലെ മനുഷ്യത്വം മാത്രമാണ് ഇവിടെ മറ്റൊക്കെ പ്രവർത്തിക്കുന്നത്. നമ്മള് നമ്മുടെ കാര്യം മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറയുന്ന ആ മെന്റാലിറ്റി അല്ലല്ലോ. അതെ അതെ അപ്പൊ ഇത്രയും ഇതിനു വേണ്ടി ശ്രമിക്കുകയും അതാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മൾ പരസ്പരം സ്നേഹിച്ച് നിൽക്കുന്നത്. ഇപ്പൊ എനിക്ക് എന്റെ അടുത്തുള്ള ഗീതേച്ചി ചൂഷണം ചെയ്യപ്പെടുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വിഷമമാണ്. അപ്പോഴേ ഞാൻ അവിടെ നിശബ്ദയായിട്ട് ഇരുന്നുകൂടാ എന്നുള്ളതാണ് എന്റെ മനസ്സിൽ പറയുന്നത്. അപ്പൊ എന്റെ മനസ്സ് അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇത് തെറ്റാണ്, ഇതിനെതിരെ പറയണം എന്നുള്ളത് പറയുന്നിടത്ത് നിന്നാണ് എന്തെങ്കിലും എഴുതി പോകുന്നതും നല്ല കാര്യം ഒന്നും ഉള്ളിൽ വെക്കാണ്ട് അത് പ്രകടിപ്പിക്കല്. അത്രേ ഉള്ളൂ. മനസ്സിൽ വെച്ചിട്ട് അത് പെരുമാറുക എന്ന് പറയുന്നത് അതുപോലെ അങ്ങനെ പോട്ടെ. താങ്ക് യു.